സോഷ്യൽ മീഡിയയിലെ ചാരിറ്റി പ്രവർത്തകനായ ഷമീർ കുന്നമംഗലത്തിന് കൊണ്ടോട്ടിയിലെ രോഗിയുടെ കുടുംബം ഒരു ഇന്നോവ ക്രിസ്റ്റ കാർ സമ്മാനിച്ചത് വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കൊക്കെ ഇടവരുത്തിയിരിക്കുകയാണ്. ആ കാർ ഇപ്പോൾ തിരിച്ചു നൽകുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ഷാമിൽ മോൻ ചികിത്സാ സഹായ സമിതിയുടെ ചെയർമാനായിരുന്നത് ടി വി ഇബ്രാഹിം MLA ആണ്. അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. അപ്പോൾ ആ ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നുള്ളത് അറിഞ്ഞിരുന്നോ? എന്താണ് സംഭവിച്ചത്? ഞാനതിൻ്റെ ചെയർമാൻ എന്ന നിലയ്ക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ MLA ആകുമ്പോൾ മണ്ഡലത്തിലെ ഇതുപോലെയുള്ള ഒരുപാട് ചികിത്സാ സഹായവും കുടുംബസഹായവുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളിൽ MLA ചെയർമാനോ അല്ലെങ്കിൽ രക്ഷാധികാരിയോ ഒക്കെ ആക്കി വെക്കും. ഇപ്പോൾ ഈ കമ്മിറ്റിയുടെ പോലും സാദിഖ് അലി തങ്ങളെ അതിൻ്റെ രക്ഷാധികാരിയും ET മുഹമ്മദ് ബഷീർ അതിൻ്റെ മറ്റൊരു രക്ഷാധികാരിയും ഞാൻ ചെയർമാനുമാണ്. പക്ഷേ അതിൻ്റെ ദൈനംദിന കാര്യങ്ങളും തീരുമാനം എടുക്കുന്ന കാര്യത്തിലൊന്നും ഞങ്ങൾ നിത്യം പോയിട്ട് ഇടപെടാറില്ല. ഇതിൽ ഞാനിതിൻ്റെ സമാപന യോഗം നടക്കുന്നു. അതിനിടയ്ക്ക് നമ്മളോട് വേണമെങ്കിൽ അവർ വീഡിയോ ഒരു ക്ലിപ്പ് വേണമെന്ന് പറയും, ആരുടെയെങ്കിലും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഫോണിൽ സംസാരിക്കണമെന്ന് പറയും. അതൊക്കെ ചെയ്തു കൊടുക്കും. പക്ഷേ അതിനിടയിൽ ഇപ്പോൾ ഇതിൻ്റെ ഫണ്ട് അച്ചീവ് ചെയ്തു, അത് കഴിഞ്ഞ് അതിൻ്റെ സമാപന യോഗം ചേരണം, ഒരു ഡേറ്റ് വേണമെന്ന് പറഞ്ഞു. ഞാൻ ഡേറ്റ് കൊടുത്തു. ആ ഡേറ്റ് പ്രകാരം യോഗം ചേരുന്നു. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഞാനൊരു പുറത്തൊരു കാറ്, ഒരു പഴയ കാറാണ്, പുതിയ കാറൊന്നുമല്ല, ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന പോലെ പുതിയ കാറൊന്നുമല്ല, ഒരു പഴയ കാറ്, അതിൻ്റെ ചുറ്റും പിന്നെ കുറച്ച് ഡെക്കറേഷനൊക്കെ നടത്തിയിട്ട് ആ കാറുണ്ട്. പിന്നെ ഞാൻ ചെല്ലുമ്പോഴാണ് ഇതിൻ്റെ യോഗത്തിൻ്റെ നടപടിക്രമങ്ങളിൽ ഇതിൻ്റെ ഈ ഷാമിൽ മോൻ്റെ കുടുംബം ഇവർക്കൊരു ഉപഹാരം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോഴും ഞാൻ ആദ്യം അത് അത്ര മനസ്സിലാക്കിയില്ല. പിന്നെ ഞാൻ അതിൻ്റെ ഒരു ചർച്ച ഉദ്ഘാടനം ചെയ്തിട്ട് പോകുന്ന മുറക്ക് എന്നോട് പറഞ്ഞു, അല്ല ഒന്ന് MLA നിൽക്കണം, ഒരു ഉപഹാരം കൊടുക്കുന്ന ചടങ്ങുണ്ട്, അതിലും നിൽക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോഴാണ് ഈ കുടുംബം, ഷാമിൽ മോൻ്റെ കുടുംബം, അവർ സത്യത്തിൽ ഇതിൻ്റെ ഫണ്ട് എന്ന് പറയുന്നത് ഇതിലേക്ക് തന്നെ സമാഹരിച്ച അവരുടെ കുടുംബം കൊടുത്ത ഫണ്ടാണ്, ഇതിലേക്ക് കൊടുത്തതാണ്. പക്ഷേ ഈ ചികിത്സാ സഹായിക്ക് മറ്റുള്ള ആളുകൾ തന്നത് അവരുടെ ഒരു ഇൻറ്റൻഷൻ ഉണ്ടാവുമല്ലോ, അതിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്നുള്ളതുകൊണ്ട് അവരുടെ ഇതിലൊന്നും തൊടാതെ കുടുംബങ്ങൾ ഒന്നിച്ച് ഇതിനു വേണ്ടി കൊടുത്ത ഒരു ഫണ്ടാണ് കൊടുക്കുന്നത് എന്ന് അവരെന്നെ തീരുമാനമെടുത്തു. നമ്മൾ ഈ ചികിത്സാ സഹായത്തിന് വേണ്ടി കൊടുക്കുന്ന ഫണ്ട് ഇയാൾക്ക് ഉപകാരമായിട്ട് കൊടുക്കാമെന്ന് അവർ തീരുമാനിച്ചു. അത് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കൊടുക്കുമ്പോഴാണ് ഞാൻ സത്യത്തിൽ ഇതൊരു ഇന്നോവ കാറ്, ഒരു പിന്നെ അപ്ഗ്രേഡഡ് ആയിട്ടല്ല, പുതിയ കാറല്ല, അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കാർ, 2018 മോഡലാണെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ആ കാറാണ് കൊടുക്കുന്നത്. അതിന് പകരം ഇദ്ദേഹത്തിൻ്റെ ഒരു പഴയ കാർ ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 5.5 ലക്ഷം രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ എന്നോട് പറഞ്ഞു. കുടുംബത്തിൻ്റെ സഹായം അത്രേ വരുന്നുള്ളൂ, 5 ലക്ഷം രൂപ. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് ഒരു പഴയ കാർ ഇങ്ങോട്ട് വാങ്ങിയിട്ട് കുറച്ചുകൂടി നല്ല കാർ അങ്ങോട്ട് കൊടുത്തു എന്നാണ്. അപ്പോൾ ഞാൻ ആ ചടങ്ങിൽ വെച്ചിട്ട് തന്നെ അത് ആ കുടുംബം പിന്നെ ഉപഹാരമായി കൊടുത്തതിൻ്റെ ഉടനെ തന്നെ ഇദ്ദേഹം പറഞ്ഞു, പിന്നെ ഷമീർ കുന്നമംഗലം പറഞ്ഞു, ഞാൻ പിന്നെ എനിക്കിനി 2 കാർ ആവശ്യമില്ല, അപ്പോൾ അതുകൊണ്ട് എൻ്റെ പഴയ കാർ ഞാൻ ഈ കുടുംബത്തിന് തന്നെ കൊടുക്കുന്നു, അതുകൊണ്ട് അതിൻ്റെ ചാവി MLA ഏൽപ്പിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. ഞാനതും കൊടുത്ത് ഞാനിവിടുന്ന് പോകുന്നും ചെയ്തു. ഇത്രയും എനിക്കറിയുള്ളൂ. അപ്പോൾ ആ 3 കോടി രൂപ ജനങ്ങൾ നൽകിയ പൈസയിൽ നിന്ന് ഒരു പണവും ഇതിൽ നിന്ന് എടുത്തിട്ടില്ല അല്ലേ? കുടുംബം സ്വരൂപിച്ച പണം അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ വിവാദമായി ആളുകളൊക്കെ എന്നെ വിളിച്ച് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അതിൻ്റെ കമ്മിറ്റിയുടെ കൺവീനർ, ഞാൻ ദൈനംദിന കാര്യങ്ങൾ ഇടപെടാറില്ല എന്ന് പറഞ്ഞല്ലോ, ഒന്നിൽ കഴിയില്ലല്ലോ. അപ്പോൾ അവരോട് വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇതിലേക്ക് ആളുകൾ പൊതുജനം തന്നിട്ടുള്ള കാശ് ഞങ്ങൾ എടുത്തിട്ടില്ല, മറിച്ച് ഈ കുടുംബത്തിൻ്റെ സമ്മതത്തോടു കൂടി കുടുംബക്കാർ ഈ ചികിത്സാ സഹായത്തിലേക്ക് തന്ന ഫണ്ട് അവർ ഉപഹാരമാക്കി കൊടുക്കാമെന്ന് അവർ തീരുമാനിച്ച് അതിന് ഞങ്ങൾ നിന്ന് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് അവരെ പറയുന്നത്. ഒരുപാട് ഫോൺ കോളുകൾ വന്നിട്ടുണ്ടാവില്ലേ? ഒരുപാട് കോളുകൾ. ഇപ്പോൾ ഞാൻ ഏത് കോളും പിന്നെ ഒഴിവാക്കാറില്ല. പക്ഷേ ഇന്നലെ ഞാൻ സത്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട, എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കൂടുതൽ എന്തോ വേറൊരു പദ്ധതി കൂടി ഉണ്ട് തോന്നുന്നു, എന്നെക്കൊണ്ട് സംസാരിപ്പിക്കുക, എന്നിട്ട് അത് റെക്കോർഡ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഇന്നലെ കൂടുതൽ ഫോൺ അറ്റൻഡ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യുന്ന കോളുകൾ തന്നെ നേരിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് വിമർശനം സോഷ്യൽ മീഡിയയിലൊക്കെ ഉയരുന്നുണ്ട്. അപ്പോൾ എന്താണ് അങ്ങയുടെ ഒരു അഭിപ്രായം? അല്ല, സോഷ്യൽ മീഡിയയിൽ പിന്നെ വിമർശനം എന്ന് പറയുന്നത്, ഞാൻ ആ വിമർശിക്കുന്നവരെ കുറ്റം പറയുന്നില്ല. ഞാനാണെങ്കിലും ഞാൻ അങ്ങനെ തന്നെ പറയൂ. അപ്പോൾ അത് ഞാൻ ചെയർമാനായ ഞാനടക്കം ശ്രദ്ധിക്കേണ്ടതായിരുന്നു. പക്ഷേ ഈ കമ്മിറ്റിക്കാരും ഒരു ദുരുദ്ദേശത്തോടു കൂടി ചെയ്തതല്ല. ഈ ഫണ്ട് ഇതിൻ്റെ ക്യാമ്പയിനും മറ്റൊക്കെ ഏറ്റെടുത്ത് ഈ ഷമീർ കുന്നമംഗലം ചെയ്തപ്പോൾ അദ്ദേഹത്തോട് ഒരു ഇഷ്ടം കാണിക്കാൻ എന്താണ് ചെയ്യുന്നതെന്ന് അവരാലോചിച്ചിട്ട് കമ്മിറ്റി യോഗം ചേർന്ന് കുടുംബക്കാർ കൊടുത്ത കാശ് മാത്രം അവരുടെ സമ്മതത്തോടു കൂടി കൊടുത്തു എന്ന് മാത്രമാണ് അവർ പറഞ്ഞത്. ഞാനും പറഞ്ഞു, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ എന്നെ മുന്നിൽ നിർത്തിയിട്ട് തന്നെ ഇതിനൊരു ബലിയാടാക്കേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അവരതിന് സോറി എന്നും പറഞ്ഞു അവരെന്നോട്. അതിൽ ഒരു കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടതായിരുന്നു എന്നുള്ളതൊരു അഭിപ്രായമുണ്ടോ? അതായത് ഇത് ഒരു അനുഭവമാണ്. സത്യത്തിൽ ഇതുപോലെയുള്ള ഒരുപാട് കമ്മിറ്റിയും കാര്യങ്ങളും നമ്മൾ കുറേ കാര്യങ്ങൾ ഇടപെടാറുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ അതിൻ്റെ ഓരോ താഴേക്കടയിലുള്ള അതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഇടപെടാറില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ച് കരുതലെടുക്കേണ്ടതുണ്ട്.
ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡയാലിസിസ് രോഗിക്ക് അല്ലെങ്കിൽ അവരെ കിഡ്നി മാറ്റി വെക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മളെ രക്ഷാധികാരിയാക്കി വെക്കും, ചിലയിടത്ത് ചെയർമാനാക്കി വെക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലൊക്കെ നമ്മൾ കുറച്ചുകൂടെ ഒരു ജാഗ്രത പുലർത്തണം എന്നുള്ളൊരു പാഠം. ഒഴിവാക്കേണ്ട നടപടിയായിരുന്നു സംഭവിച്ചതെന്ന് തോന്നുന്നുണ്ടോ? അത് തീർച്ചയായിട്ടും. ഇങ്ങനെ ഇത് ആളുകളെ ഒരു വിശ്വാസ്യത തകർക്കാൻ, ഇതുപോലെയുള്ള ചാരിറ്റി വർക്ക്, ചികിത്സാ സഹായ ഫണ്ട് ശേഖരണം, ഇതൊക്കെ ഇനിയും കുറേ നടക്കേണ്ടതല്ലേ. അപ്പോൾ അത് ആളുകളുടെ ഒരു വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന വിധത്തിന് ഇത് കാരണമായെങ്കിൽ ഞാനതിൻ്റെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ഞാനും സോറി എന്നേ പറയാൻ പറ്റൂ. ഒഴിവാക്കേണ്ടതായിരുന്നു. ഞാൻ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഈ കമ്മിറ്റിക്കാരും അങ്ങനെ ഒരു ദുരുദ്ദേശം വെച്ചിട്ട് ചെയ്തതല്ല, അവർ നല്ല ഉദ്ദേശം വെച്ചിട്ട് അങ്ങനെ കൂട്ടുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, അവരോട് പറഞ്ഞു. എന്നിട്ട് അവർ ഇന്നലെ എന്നോട് യോഗം ചേരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തായാലും എന്നെ ഇതിന് ബലിയാടാക്കേണ്ട കാര്യമൊന്നുമില്ല, എന്നോട് ചോദിക്കണമായിരുന്നു, ഇത് ഞാൻ എന്തായാലും ഇതിന് സമ്മതിക്കുമായിരുന്നില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ അവർ ഇന്നലെ യോഗം ചെയ്യുന്നുണ്ട്, എന്താ തീരുമാനിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോഴത്തെ വിഷയത്തിൽ നിലപാട്, ഒപ്പം സംഭവിച്ചത് എന്താണ് എന്നതിനെ സംബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു ടി വി ഇബ്രാഹിം MLA. അർഷക്കിനൊപ്പം വിപിൻ സി വിജയൻ, 24 മലപ്പുറം.